ഗാർഡ് യുവർ ഹാർട്ട്സ്. ഹൃദയത്തെ കാത്തുകൊള്ളുക. ഈ ദിവസങ്ങളിലെല്ലാം നല്ല ഹൃദയത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. നല്ല ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയമാണ്. പഴയ ഹൃദയം മാനുഷിക ഹൃദയമാണ്, അതൊന്നിനും കൊള്ളത്തില്ല. അത് മാറ്റി വെച്ച് നമുക്ക് പുതിയ ഹൃദയം കർത്താവിൽ നമ്മൾ പ്രാപിച്ചെടുത്ത മക്കളാണ്. ഇനിയും നമ്മുടെ ജീവിതം ജയജീവിതമാണ്. നമ്മുടെ മുമ്പിലുള്ള ദുർഘട വഴികളെല്ലാം അപ്പച്ചൻ വെട്ടി മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇരുമ്പോടാമുകളെ കണ്ണിച്ചു മാറ്റിയിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ തലമുറകൾക്കും അനുഗ്രഹം പ്രാപിച്ചെടുക്കാൻ തക്കവണ്ണം ദൈവം പറയുകയാണ്, ഞാൻ ഈ ചെയ്തിരിക്കുന്ന അന്നിരിക്കുന്ന ഈ നല്ല ഹൃദയത്തിനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കണം. ഗാർഡ് യുവർ ഹാർട്ട്. നമുക്കൊരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു സാധനം വീട്ടിലുണ്ടെങ്കിൽ നമ്മളത് സേഫിനകത്ത് വെച്ച് പൂട്ടി, മുറി പൂട്ടി, പിന്നെ അതിനെ കാവൽ വെച്ച് എന്തെല്ലാം നമ്മൾ സൂക്ഷിക്കും. അതുപോലെ തന്നെയാണ് യുവർ ഹാർട്ട് ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് ഗോഡ് ഹസ് ഗിവൻ ടു യു ബിക്കോസ് ഇറ്റ് ഈസ് ഹിസ് ഹാർട്ട്. ആ ഹൃദയത്തെ സൂക്ഷിക്കണം എന്നാണ് ദൈവം പറയുന്നത്. സദൃശ്യവാക്യം വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് എങ്ങനെയാണ് അത് സൂക്ഷിക്കേണ്ടത്. സദൃശ്യവാക്യം 4:23 സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. എന്ത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. പിന്നുള്ളത് ഓരോ ഹൃദയത്തെ ജാഗ്രത ചെയ്യുന്നതിനെക്കുറിച്ച് ബാക്കി ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, വായുടെ വക്രത നിങ്ങളിൽ നിന്ന് നീക്കിക്കളക, അധരങ്ങളുടെ വികടം നിങ്ങളിൽ നിന്ന് അകറ്റുക, നിൻ്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിൻ്റെ കണ്ണിമ ചൊവ്വെ മുമ്പോട്ട് മിഴിക്കട്ടെ, നിൻ്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക, നിൻ്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്, നിൻ്റെ കാലിനെ ദോഷം വിട്ട് അകലുമാറാകുക. എന്ത് ഭംഗിയായിട്ട് എഴുതിയിരിക്കുക. അപ്പം ഹൃദയത്തിനെ ശുദ്ധീകരിക്കുമ്പം ഇതും കൂടെ കടന്നു വരുന്നുണ്ട്. ഹൃദയം എന്ന് പറയുമ്പം അകത്തെ ഒരു മനുഷ്യനായിട്ട് നമ്മൾ കാണണം. അപ്പം അതായത് പറയുന്നത് ദൈവം പറയുന്നത് ഗാർഡ് യുവർ ഹാർട്ട്സ് ബിക്കോസ് ഇറ്റ് ഈസ് ദ വെൽ സ്പ്രിങ് ഓഫ് യുവർ ലൈഫ്, ബിക്കോസ് ഇറ്റ് ഈസ് എ ട്രഷർ, ബിക്കോസ് എവറിത്തിങ് എൽസ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്. അപ്പോൾ ഈ ഹൃദയം നല്ലതല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം കാണിച്ചു വെച്ചാലും ഒരു പ്രയോജനമില്ല. ഹൃദയം ശുദ്ധമല്ലെങ്കിൽ ദൈവം നമുക്ക് ആരോഗ്യം തന്നിട്ടും പണം തന്നിട്ടും കൂട്ടുകാരെ തന്നിട്ടും അല്ലെങ്കിൽ കുടുംബം തന്നിട്ടും ഒരു പ്രയോജനമില്ല. ഹൃദയം നല്ലതല്ലെങ്കിൽ ഹൃദയം നല്ലതാക്കുന്നതാണ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഈസി, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ബട്ട് ഗോഡ് സേസ് ഇറ്റ് ഈസ് പോസിബിൾ. Storing to overflow. If then you are wise, you will show yourself rather as a reservoir than as a canal. A canal spreads abroad water as it receives, but a reservoir waits until it is filled before overflowing and thus communicates without loss to itself its superabundant water. ബെർണാഡ് ഓഫ് ക്ലാരക്സ് എഴുതിയിരിക്കുന്നതാണ്. ഇത് പറയുന്നത് നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം? ഒരു കനാലാണോ അതോ ഒരു റിസർവയറാണോ? അതായത് ഒരു സംഭരണിയാണോ? കനാലിൻ്റെ ഒരു കനാലാണെങ്കിൽ അത് ചെറിയ വെള്ളം വന്ന് അന്നേരമേ പുറത്തോട്ട് വിടും. പക്ഷേ ഒരു സംഭരണി അല്ലെങ്കിൽ റിസർവോയർ ആണെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കും. വെള്ളം അതിനകത്ത് നിറച്ച് സൂക്ഷിച്ചു വരും. അത് ആവശ്യമുള്ളപ്പോൾ അത് തുറന്നെടുത്ത് ഉപയോഗിക്കും. അങ്ങനെയാണോ നമ്മുടെ ഹൃദയം? എങ്ങനെയാണ്? വരുന്ന ഉടനെ പുറത്തോട്ട് തുറന്നു വിടുന്നതാണോ അതോ അത് റിസർവ് ചെയ്തിട്ട് അത് സൂക്ഷിച്ചു വെച്ച് ഓവർഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അധികമായി വരത്തക്ക വിധത്തിൽ നിറച്ചു കഴിയുമ്പോൾ ധാരാളമായിട്ട് പുറത്തോട്ട് കൊടുക്കാൻ സാധിക്കും? ഏത് ഹൃദയമാണ് നമുക്കുള്ളത്? നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് നമുക്കറിയാം. ചിലർ കൊടുക്കുമ്പം ധാരാളമായിട്ട് കൊടുക്കും, ചിലർ കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കും. ഓരോരുത്തരുടെ സ്വഭാവം. എന്നാൽ ചിലർ ദൈവീക ആത്മാവിൽ ധാരാളമായിട്ട് കൊടുക്കുന്നതാണ്, മറ്റു കാര്യങ്ങളിൽ ചെറുതായിട്ട് കൊടുക്കുന്നതാണ്. ചിലർ ജഡീക ശക്തിയിൽ ജഡീകമായിട്ട് ധാരാളമായി സപ്ലൈ ചെയ്യും, പക്ഷെ ആത്മീയ കോണത്തിൽ ശിശുക്കളായിരിക്കും. അപ്പോൾ ഇതെല്ലാം കർത്താവിനറിയാം എന്താ കറക്റ്റ് എന്താ തെറ്റെന്ന്. നമ്മളോട് ദൈവം പറയുന്നത് ആർ യു എ റിസർവോയർ? നീ ഒരു സംഭരണിയാണോ? അതായത് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ബഹളം വെക്കത്തില്ല. അതായത് ദാറ്റ് മീൻസ് മറ്റുള്ളവരെക്കുറിച്ച് കേൾക്കാനും അറിയാനും വെയിറ്റ് ചെയ്തിട്ട് അതിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് തയ്യാറാവും. അല്ലെങ്കിൽ നമുക്ക് സമയമില്ല, കാരണം നമ്മുടെ കാര്യം തീർന്നിട്ട് വേണ്ടേ. നമ്മളോട് ദൈവം പറയും മത്തായിയുടെ സുവിശേഷം 13:52, മത്തായിയുടെ സുവിശേഷം 13:52 കർത്താവ് പറയുന്നത്, എവറി ടീച്ചർ ഓഫ് ദ ലോ ഹു ഹാസ് ബീൻ ഇൻസ്ട്രക്റ്റഡ് about the kingdom of heaven is like the owner of a house. നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. മത്തായിയുടെ 13:52. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും
പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു ഉടയനോട് സദൃശനമാകുന്നു. അതായത് നമ്മൾ കർത്താവ് പറയുന്ന ഒരു ശാസ്ത്രിയെ പോലാണ്. നമ്മൾ പുതിയ ഹൃദയം, അവൻ സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഒരു വ്യക്തി ഒരു ശാസ്ത്രിയായിട്ട് കാണുന്നു. അവൻ തൻ്റെ നിക്ഷേപത്തിൽ, ചെറിയ നിക്ഷേപം എന്ന് പറഞ്ഞാൽ കൂട്ടിവെച്ചിരിക്കുന്നുണ്ട്, കുറച്ചൊന്നുമല്ല, നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന വീട്ടുടയവനോട് സദൃശം. അപ്പം എല്ലാം ഉണ്ട്. പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട്. പഴയതും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, പുതിയതും സൂക്ഷിച്ചു. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തു കൊടുക്കാൻ കഴിവുള്ള ഒരു ശാസ്ത്രിയോടാണ് ദൈവം സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലൂക്കോസിൽ പറയുന്നത്, ഗുഡ് മാൻ ബ്രിങ്സ് ഗുഡ് തിങ്സ് ഔട്ട് ഓഫ് ദ ഗുഡ് സ്റ്റോർഡ് അപ്പ് ഇൻ ഹിസ് ഹാർട്ട്. ലൂക്കോസിൻ്റെ 6:45. അവൻ്റെ ഹൃദയത്തിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞതേ കൊടുക്കുന്നുള്ളൂ. നമ്മൾക്കൊന്നും സ്റ്റോർ ചെയ്യാൻ അറിയത്തില്ല. അവരുടെ അകത്തൊന്നുമില്ലെന്ന് ചിലരെ കുറിച്ച് അതിലൊന്നുമില്ലെന്ന് പറയാം. അങ്ങനെയല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. 45. നല്ല മനുഷ്യർ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷകരമായതും ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. കറക്റ്റല്ലേ? നല്ല മനുഷ്യൻ അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നല്ലതെന്ന് എടുത്തോളൂ. ദുഷ്ടൻ നന്മ ചെയ്യത്തില്ല. അവന് വേറെ ഉദ്ദേശമുണ്ടെന്ന് ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? പാമ്പിടിച്ച ചില സ്ത്രീകൾ എന്ന് വല്ല കാഴ്ചയൊക്കെ പറ്റും. കൊടുക്കുന്നവൻ അവരെ ചൂഷണം ചെയ്ത് ഇല്ലാതാക്കും. എന്നാൽ നല്ലവനാണെങ്കിൽ അത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭാവിക്ക് നന്മയ്ക്ക് വരട്ടെ എന്ന് അനുഗ്രഹിച്ചു കൊടുക്കും. അതൊക്കെ എന്നും നമ്മൾ ജീവിതത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സത്യത്തിൻ്റെ ആത്മാവുള്ളവരെ അറിയാൻ ആഗ്രഹിക്കണം. ദർ ആർ വെരി മെനി കനാൽസ് ഇൻ ദ ചർച്ച് ടുഡേ ബട്ട് ഫ്യൂ റിസർവോയേഴ്സ്. അതായത് നമ്മുടെ പള്ളികളിലും സഭകളിലും ഒത്തിരിയും കനാൽസ് ഉണ്ട്. അതായത് വരുന്നതിന് മുമ്പേ പകർന്നു കൊടുക്കുക. നമ്മൾ ചോദിച്ചില്ലേലും ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ റിസർവോയേഴ്സ്, സ്റ്റോർ ചെയ്തിരിക്കുന്നവർ, അവരെ മാനിക്കുന്നവർ എത്ര പേരുണ്ട്? നമുക്കറിയാം ആ മനുഷ്യൻ നീതിമാനാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ധാരാളമായ ദൈവിക ജ്ഞാനമല്ലേ, പരിജ്ഞാനമുണ്ട്. അവിടെ ചെന്നാൽ നമുക്കൊരു ഉത്തരം തരും. എപ്പോഴും ഈ കാശിന് വേണ്ടി പോകുന്ന കാര്യമല്ല ഞാനീ പറയുന്നത്. പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാൻ ഉപദേശം ആവശ്യം വരും നമുക്ക്. അപ്പോഴൊക്കെ നമുക്ക് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ എത്ര നല്ലതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1:16, ഫ്രം ദ ഫുൾനെസ് ഓഫ് ഹിസ് ഗ്രേസ് വി ഹാവ് ഓൾ റിസീവ്ഡ് വൺ ബ്ലെസ്സിങ് ആഫ്റ്റർ അനദർ. യോഹന്നാൻ്റെ സുവിശേഷം 1:16. കർത്താവ് നമ്മുടെ കൂടെ നിന്നിട്ട് ആത്മചൈതന്യത്തിലേക്ക് നമ്മൾ വളരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പം കർത്താവിനോട് ചേർന്ന് നിന്ന് നമ്മൾ ജീവിക്കണം. അല്ലാതെ ഒക്കത്തില്ല. 1:16 ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ്റെ നിറവിൽ നിന്ന്, എപ്പോഴും നിറവാണ്, നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ആ നിറഞ്ഞതിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ എഫെസ്യർക്ക് എഴുതിയ ലേഖനം ഈ നിറഞ്ഞ ഒരു പാത്രമാക്കി മാറ്റുകയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മൾ കനാൽ പോലെ അല്ലെങ്കിൽ ഒരു പൈപ്പ് പോലെ അല്പം ഉള്ളത് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കണക്കിന് നല്ലത്. പക്ഷേ അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ധാരാളമായിട്ടുള്ള എൻ്റെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ നിന്ന് പ്രാപിച്ചെടുത്തിട്ട് മറ്റുള്ളവർ കൂടെ കൊടുക്കുകയും. എഫെസ്യർക്ക് ലേഖനം 3:16 ഇങ്ങനെയാണ് വായിക്കുന്നത്. 3:16, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തുവെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് ഇച്ചിരി ഞങ്ങൾ കാണാൻ പഠിക്കുന്ന ഭാഗങ്ങളാണ്. പക്ഷേ കർത്താവ് പറയുന്നത് 1:16 മാത്രം, മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനെ നിങ്ങളുടെ അകത്ത്. അപ്പം ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്മ ചെയ്യും. ദൈവം ഇല്ലയോ നമുക്ക് ചെയ്യാനൊക്കത്തില്ല. ദൈവം ഇല്ലാത്ത ഒരു കാര്യത്തിനും പ്രസക്തിയുമില്ല. എന്നാൽ പിന്നെ ദൈവത്തിൻ്റെ അടുക്കലിരുന്നിട്ട് കാര്യങ്ങൾ ചെറുതാണേലും വലുതാണേലും കർത്താവിനോട് കൂടെ ഇരുന്ന്. ജീസസ് urges ടു ലവ് അതേഴ്സ് as we love. നമ്മൾ അവനവനെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറയുന്നു. കർത്താവ് പറയുന്നത് ഹൃദയത്തെ സൂക്ഷിക്കുക, അത് ദുഷ്ടൻ അതിനകത്ത് കയറി നമ്മളെ നശിപ്പിക്കാൻ ഇടയാക്കരുത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
നാഥ, ഹൃദയത്തെ സൂക്ഷിക്കാൻ സദൃശ്യവാക്യം 4 നീ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുതിയൊരു ഹൃദയം തന്നത് ഞങ്ങളുടെ ട്രഷറാണ്, അത് ഞങ്ങളുടെ നിധിയായിട്ട്. കർത്താവേ, അതിൽ പരിശുദ്ധാത്മാവല്ലാതെ വേറൊരു വസിക്കല്ലേ. കർത്താവേ, നീ എൻ്റെ ഉപനിധിയാണ്. പരിശുദ്ധാത്മാവ് അന്ത്യകാലം വരെ, അവസാനം വരെ നീ എന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ വിശ്വസ്തനാകിയ ഞാൻ നിന്നെ സ്തുതിക്കുന്ന. പക്ഷേ നിൻ്റെ ആത്മാവിനെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അധികമായ നിൻ്റെ പകർച്ച ഞങ്ങളുടെ ഉള്ളിൽ വന്നിട്ട് അത് ഞങ്ങൾ സൂക്ഷിച്ച് വെച്ച് റിസർവയറായിട്ട് ഒരു സംഭരണി പോലെ അത് നിറഞ്ഞ് തുളുമ്പുന്നത് മറ്റുള്ളവർക്കൂടെ കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ടെ. ഞങ്ങളെ എവിടെ നിൽക്കുന്നു അവിടെ ദൈവ വെളിച്ചം പകരട്ടെ. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ടെ. നന്മ ചെയ്യുന്നതിൽ ഉത്സാഹമുള്ളവരാണ്. ഞങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായിട്ട് മാറട്ടെ. പക്ഷേ നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദിവസം വേറെ എത്രയോ ദിവസത്തെക്കാട്ടി ഉത്തമം. കർത്താവേ, നിൻ്റെ സന്നിധി ഇരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാട്ടിൽ ഉത്തമം എന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നിൻ്റെ ആത്മാവിനെ കൊണ്ട് ഞങ്ങളെ നിറച്ച് ബലപ്പെടുത്തിയെന്ന് സ്തോത്രം. തലമുറകളുടെ മേൽ നിൻ്റെ അതിശയങ്ങളും അനുഗ്രഹങ്ങളും അയച്ചുകൊണ്ടേയിരിക്കുന്നതിന് സ്തോത്രം. കർത്താവേ, ജോസഫ് ഫലപ്രദമായൊരു മുന്തിരിവള്ളി, കർത്താവേ, അത് നീരിനുറവെ ഫലപ്രദമായൊരു മുന്തിരിവള്ളിയായിട്ട് നിൽക്കുന്ന പോലെ ഞങ്ങളുടെ തലമുറകൾ ദൈവനാമത്തിൽ ആ ഉറച്ച വേരിനകത്ത് നിന്നുകൊണ്ട് വളരാൻ കർത്താവേ ഇടയാക്കണമേ. മാറിപ്പോകാതെ സൂക്ഷിച്ചാട്ടെ, കൃപയിൽ പൊതിഞ്ഞാട്ടെ. ധാരാളം മുന്തിരി ഉണ്ടാകുന്ന മുന്തിരിവള്ളികളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ ആക്കിക്കാട്ടെ. അങ്ങനെ അവിടുന്ന് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.